നിങ്ങളിൻ്റെ മുഖത്തേക്ക് കുറേ നേരം ഇങ്ങനെ നോക്കിയാൽ പല്ല് ഒന്ന് ചെരിഞ്ഞതാണ് എന്ന് മനസ്സിലാവും. നോക്കുമ്പോൾ ഭംഗി കുറയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയാൽ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുകയാണ് ചെയ്യുക. അവ ഭംഗിയിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഭംഗിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 3 എണ്ണാണ്. അത് 3 നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് സംസാര ഭംഗിയാണ്. മനോഹരമായ സംസാരമായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. വളരെ ആകർഷണീയമായ സംസാരം, ആര് കേട്ടാലും മനസ്സിലാകുന്ന സംസാരം. കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു. അതാണ് നബി തങ്ങളുടെ സംസാരത്തിന്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന കലാമൻ ഫസ്ലൻ, വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു. യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. നമ്മൾ സംസാരം എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. കുട്ടികൾ ആണ് സദസ്സിലെങ്കിൽ കുട്ടികൾ മാത്രം ഇരിക്കണം. ഓലോട് പറഞ്ഞത് വയസ്സന്മാർക്ക് മനസ്സിലാവില്ല. വയസ്സന്മാരോടാണ് വർത്താനെങ്കിൽ സദസ്സിൽ മൊത്തം വയസ്സന്മാരായിരിക്കണം. കുട്ടികളോട് പറഞ്ഞത് അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ പറയലുണ്ട്, രക്ഷിതാക്കളെ മീറ്റിങ്ങിൽ രക്ഷിതാക്കളെ ഉണ്ടാകാൻ പറ്റുള്ളൂ, കുട്ടികൾ ഉണ്ടാകാൻ പറ്റില്ല എന്ന്. കാരണം രക്ഷിതാക്കളോട് പറയുന്ന പല വർത്താനവും കുട്ടികൾ കേൾക്കാൻ പറ്റാത്തതേക്കാരം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിന് ആ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആകർഷണീയവും മനോഹരവും വ്യക്തവുമൊക്കെയായ സംസാരത്തിൻ്റെ ഉടമയായിരുന്നു. ഭംഗിയിൽ ഒന്നാമത്തേത് സംസാര ഭംഗിയാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഭംഗി എന്ന് പറഞ്ഞത് സംസ്കാര ഭംഗിയാണ്. അതും നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസ്കാരം എന്ന് പറഞ്ഞാൽ നടത്തം, ഇരുത്തം, പെരുമാറ്റം, വസ്ത്രധാരണം, ഇതൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരാളെ തുണിയും കുപ്പായും കണ്ടറിയാം അയാളെ ഏതാ കോലെന്ന്. അപ്പോൾ വസ്ത്രധാരണം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, നടത്തം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഇരുത്തം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, വാഹനത്തിൽ സഞ്ചരിക്കുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഉച്ച സമയത്ത് ചെന്നു. തിരിച്ചു പോരുമ്പോൾ വലിയ വെയിലാണ്. അപ്പം ആ സഹാബി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുതിരനെ കൊണ്ടുപോയിക്കോളി, എൻ്റെ മോന് കുതിരൻ്റെ ബാക്കിൽ നിങ്ങളപ്പം ഇരുന്ന് പോന്നോളും, പള്ളിക്കെത്തിയാൽ പെരയിലെത്തിയാൽ കുതിരനെ ഓങ്ങോട്ട് കൊടുന്നോളും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പോരുകയാണെങ്കിൽ മോന് കുതിരൻ്റെ മുന്നിൽ ഞാൻ ബാക്കിലും കയറണം എന്ന് പറഞ്ഞു. അതിൽ പെരക്കാരൻ പറഞ്ഞു, നിങ്ങളെ മുന്നിൽ കയറാൻ പറ്റിയൊരു മകനൊന്നും എനിക്കില്ല. അതിനത്രയും വലിയൊരു മകനൊന്നും എനിക്കില്ല, അവൻ ബാക്കിൽ ഇരിക്കും എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, വാഹനത്തിൻ്റെ ഉടമ മുമ്പിലാണ് ഇരിക്കേണ്ടത്, അതിന് പറ്റൂലെങ്കിൽ എൻ്റെ ഒപ്പം പോരാൻ പറ്റൂല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വണ്ടി കൊടുന്നോട്ടെ എന്ന് പറഞ്ഞു. ഒപ്പം പോരാൻ പറ്റൂല. അങ്ങനെ തീരുമാനിച്ചു, പോയില്ല. നബി തങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തു പോയി. കുറെ കഴിഞ്ഞിട്ട് മോനെ പറഞ്ഞയച്ചിട്ട് വാഹനം പിന്നീട് കൊണ്ടുവന്നു. അപ്പോൾ ഒരാളുടെ യാത്ര അയാളുടെ സംസ്കാരത്തിൻ്റെ മേലറിയിക്കും. നടത്തവും ഇരുത്തൊക്കെ. ഒരു പെരയെ ചെന്നാല് ആ പെരയത്തെ സോഫ കൊട്ടിങ്ങാണ്ടിരിക്കാൻ പാടില്ല എന്നാണ്. അത് വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്യലാണ്. കാരണം ഒരു വൃത്തിയാക്കിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തൽക്കാലം പൊടി ഉണ്ടെങ്കിൽ അതിൽ ഇരിക്കണം, പോയിട്ട് തുണിങ്കുപ്പായം തിരുമ്പണം. ഒരാളുടെ ഇരുത്തം കണ്ടാൽ അയാളുടെ സംസ്കാരത്തെക്കുറിച്ചറിയാം. ഒരു ഓഫീസിൽ ചെന്നാൽ വർത്താനം പറയുമ്പോൾ മേശമ കയ്യുത്തി വർത്താനം പറയാൻ പാടില്ല എന്നാണ്. അതൊരു മോശം സംസ്കാരമാണ്. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണമെന്നാണ്, പിന്നെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ പെരുമാറ്റങ്ങളാണ്, സംസ്കാരമാണ്. ഇതൊരു മനുഷ്യന്റെ ഭംഗിയാകുന്നു. അപ്പോൾ ഭംഗിയിൽ രണ്ടാമത്തേത് സംസ്കാര ഭംഗിയാകുന്നു.
അതൊരാളുടെ നടത്തം, ഇരുത്തം, പെരുമാറ്റം, കിടത്തം, വസ്ത്രധാരണം, അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം നോക്കിയാൽ മനസ്സിലാകും ഇയാളുടെ സംസ്കാരം എന്താണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുന്നത് വരെ നോക്കിയാൽ മനസ്സിലാവുന്ന, തട്ടുകടയിൽ മാത്രമേ കയറുള്ളൂ വെച്ചാൽ ആളൊരു തട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണ ഹോട്ടൽ വരെ ഒരാളുടെ സംസ്കാരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് രണ്ടാമത്തെ ഭംഗി എന്ന് പറഞ്ഞത്. അതിനെയാണ് സംസ്കാര ഭംഗി എന്ന് പറഞ്ഞത്. അതിൽ നബിതങ്ങൾ ഒന്നാമനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് സ്വഭാവ ഭംഗിയാണ്. അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാം നമ്പറാണ്. അങ്ങനത്തെ ഒരു സ്വഭാവം മറ്റൊരാളിൽ കാണുക സാധ്യമല്ല. അതിനെന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. 10 കൊല്ലം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിച്ചു കൂട്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണടാ അനസേ നീ അത് ചെയ്തത് എന്നോ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സ്വഭാവ ഭംഗി എന്ന് പറയുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെടുന്ന ആളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ട് അടിമയെ പോലും അടിച്ചിട്ടില്ല, മൃഗങ്ങളെ അടിച്ചിട്ടില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളുമായും മോശപ്പെട്ട ഇടപാട് നടത്തിയിട്ടില്ല. 63 കൊല്ലത്തെ സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് സംസാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രത്യേകത. അതുകൊണ്ട് ഭംഗിക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നബിതങ്ങളെ തന്നെയാണ് സ്നേഹിക്കാനുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് കമാലിയത്താണ്, സമ്പൂർണത. സമ്പൂർണമായതിനെ ആരും ഇഷ്ടപ്പെടും. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുകയാണെങ്കിൽ 5 സ്റ്റാറിനായിക്കോട്ടെ, അതിനോട് വലിയൊരു താല്പര്യം തോന്നും. പൈസ ഇല്ലെങ്കിൽ നമ്മൾ 3 സ്റ്റാർ വാങ്ങുമ്പോഴും 5 സ്റ്റാറിനോടൊരു താല്പര്യം ഉണ്ടാവും. സമ്പൂർണതയെ ആരും ഇഷ്ടപ്പെടും. ഒരാൾ വേറൊരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം കമാലിയത്താണ്, സമ്പൂർണതയാണ്. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമനാണ്. നമ്മളെ എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും എന്തെങ്കിലും ഒരു കുറവുണ്ടാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ കണ്ണിൻ്റെ വെളുപ്പെങ്കിലും കുറച്ച് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളത്തെ കൺമണിയുടെ കറുപ്പെങ്കിലും ലേശം കുറവുണ്ടാവും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. ഒരു കുറവുമില്ലാത്ത ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കമാലിയത്ത്, കാമിലായ മനുഷ്യൻ. അൽ ഇൻസാനുൽ കാമിൽ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഹദീസിൽ രേഖയുണ്ട്. നടത്തം എങ്ങനെയാണ്, ഇരുത്തം എങ്ങനെയാണ്, കിടത്തം എങ്ങനെയാണ്, സംസാരം എങ്ങനെയായിരുന്നു, പെരുമാറ്റം എങ്ങനെയാണ്, ഭക്ഷണ രീതി എങ്ങനെയാണ്, എല്ലാം രേഖയുണ്ട്. ഒരു കുറവും കാണാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ ഒറിജിനൽ കളർ എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് നബിതങ്ങളുടെ കളറാണ് എന്ന് പറയേണ്ടി വരും. വെളുപ്പ് കലർന്ന, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. കുട്ടികളുടെ ചൂണ്ടുവിരലിന്റെ നഖത്തിന്റെ കളറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ കളർ. അപ്പോ ഒരു മനുഷ്യന്റെ ഒറിജിനൽ കളർ അതാണ്. ഒരു മനുഷ്യന്റെ കയ്യിന് എത്ര നീളം വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നബിതങ്ങളുടെ കയ്യിന് എത്രയാണ് നീളം, അതാണ് മനുഷ്യന്റെ കയ്യിന്റെ നീളം. ബാക്കി ആരെ കൈ ടാപ്പ് പിടിച്ചാലും ഒന്നുകിൽ ഏറെ ഇക്കാരം അല്ലെങ്കിൽ കുറവ് ഇക്കാരം. സമ്പൂർണനാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒന്ന് കുറവുണ്ട് എന്ന് പറയാനില്ല. ഏത് സദസ്സിൽ സംസാരിച്ചാലും ആരെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ ഒരു വാക്ക് പറഞ്ഞത് അയാളത് കേട്ടിരിക്കുമെന്നതാണ് മുത്തുനബിയുടെ സംസാരത്തിന്റെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു സദസ്സിൽ സംസാരിക്കാൻ ഒരാൾ കേൾക്കണമെന്ന് കരുതിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അയാൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും, അയാൾക്കത് മനസ്സിലായിട്ടും ഉണ്ടാവും. അതാണ് ആ സംസാരത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ ഏത് നിലയിൽ പരിശോധിച്ചാലും സമ്പൂർണനായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജമാലിയത്തിന്റെ മേലിൽ സ്നേഹിക്കുകയാണെങ്കിൽ നബി തങ്ങളെയാണ് സ്നേഹിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാലിയത്തിന്റെ പേരിൽ സ്നേഹിക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് സ്നേഹിക്കേണ്ടത്.
ഖറാബത്ത് എന്ന കുടുംബ ബന്ധത്തിന്റെ മേലിൽ സ്നേഹിക്കുകയാണെങ്കിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും സ്നേഹിക്കേണ്ടത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളോട് അവരുടെ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കുന്ന ഈ സ്നേഹത്തെ അഖ്ലിയായ സ്നേഹം എന്നാണ് പറയുക, ബുദ്ധിപരമായ സ്നേഹം. ആലോചിച്ചപ്പോൾ സ്നേഹിക്കല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് സ്നേഹിക്കാൻ തീരുമാനിക്കുന്നതിനാണ് അഖ്ലിയായ സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഖ്ലിയായി സ്നേഹിച്ചാൽ പോരാ, ത്വബഈയായി സ്നേഹിക്കണം. സ്നേഹം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അഖ്ലിയായ സ്നേഹവും ഒന്ന് ത്വബഈയായ സ്നേഹവും. അഖ്ലിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലായി, എന്നാ പിന്നെ സ്നേഹിക്കന്നെ എന്ന് തീരുമാനിക്കുന്നതിനാണ് അഖ്ലിയായ സ്നേഹം എന്ന് പറഞ്ഞത്. ത്വബഈയായ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കണ്ടെന്ന് വെച്ചാലും അവിടെ പറ്റണില്ല, സ്നേഹിച്ചു പോകന്നെ. ഇതാണ് ത്വബഈയായ സ്നേഹം. നബിതങ്ങളെ രണ്ടാമത്തെ സ്നേഹമാണ് വേണ്ടത്, ആദ്യത്തതല്ല. സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പറ്റണില്ല, എന്താ കാട്ടുക, അങ്ങനെ വേണം. അതിനെയാണ് ത്വബഈയായ സ്നേഹം എന്ന് പറഞ്ഞത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാവേണ്ടത് ത്വബഈയായ സ്നേഹമാണ്. അതുള്ളവരൊക്കെ വിജയിച്ചു. നമ്മളെ നാട്ടുകാരൻ വെളിയങ്കോടുത്ത ഉമർ ഖാദി എന്ന് പറഞ്ഞ ആള് റൗള ഷരീഫിന്റെ അടുത്ത് എന്നിട്ടൊരു ബെയ്ത്ത് ചൊല്ലി, യാക്രമ ബെയ്ത്ത്. ബെയ്ത്ത് ചൊല്ലിയപ്പോ റൗള ഷരീഫ് തുറന്നു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു, സലാം പറഞ്ഞു. ചരിത്രത്തിൽ രേഖയാണ്. ആ യാക്രമ ബെയ്ത്ത് സബീനന്റെ വക്കത്തുണ്ട്, പോലാത്തത് മൊബൈലിലെ ആപ്ലിക്കേഷനിലും ഉണ്ട്. ഉംറയ്ക്ക് ചെന്നിട്ട് സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നാണ്ട് 100 വട്ടം ചെല്ലിയാലും തുറക്കൂല. എന്താ യാക്രമ തെറ്റിയതാ? അല്ല, യാക്രമ അതന്നെയാണ് സബീനയിലുള്ളത്. മൂപ്പര് ചെല്ലിയ അതേ ബൈത്ത് തന്നെയാണുള്ളത്. എന്താ കാര്യം? ഇത് ചെല്ലിയിട്ടാണ് ഉമർ ഖാദിക്ക് തുറങ്ങുന്നത്. അപ്പൊ തുറന്ന കിട്ടുമോ നോക്കുക എന്നാ നോക്കുകയാണ് ശരിക്കും അതിന്റെ ബാക്കിലുള്ളത്. ഇത് ആക്ച്വലിയാണ്, ബുദ്ധിപരമാണ്. നമ്മളെ തല നമുക്ക് പറഞ്ഞു തന്നതാണ്. ഇത് ചെല്ലിയപ്പോ ഉമർ ഖാദിക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചെല്ലിയോക്കടാ. ഉമർ ഖാദിക്ക് അങ്ങനെ തല പറഞ്ഞു കൊടുത്തതല്ല എന്നുള്ളതാണ് തുറന്നതിന്റെ കാരണം. ത്വബഈയാണ്. സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആവണം. അപ്പൊ അതൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്. പക്ഷേ സ്നേഹത്തിന് ഘട്ടങ്ങളാണ്. അത് ഘട്ടമായിട്ട് കയറി പോവുകയാണ് ചെയ്യുക. അതിലെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അറിയാത്തൊരു സാധനത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഒന്നാമത് സംഗതി അതാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും പോത്താമ്പിന് ഇഷ്ടല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പോത്താമ്പിന് ഇഷ്ടമല്ലോ അല്ലേ? ഇഷ്ടമാണോ അല്ലേന്ന് ഒന്ന് പറഞ്ഞു നോക്കാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും അതെന്താ സാധനം എന്ന് ചോദിക്കും അല്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെന്തുക്കാരന് ഇഷ്ടല്ലേ എന്ന് ചോദിച്ചു വിചാരിച്ചു. അപ്പൊ നിങ്ങളോട് ചോദിക്കും അതെന്താ സാധനം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അറിയാത്തതിനെ സ്നേഹിക്കാൻ കഴിയില്ല. അറിയാത്തൊരു സാധനത്തെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ സ്നേഹത്തിന്റെ ഒന്നാമത്തെ സ്റ്റേജ് അറിയുക എന്നതാണ്. അറിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അറിയാത്തൊരു സാധനത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നബി തങ്ങളെ അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അറിവാണോ സ്നേഹം? അല്ല, സ്നേഹം വേറെ തന്നെയാണ്. സ്നേഹം ഉണ്ടാവണമെങ്കിൽ അറിയാതെ കഴിയൂല എന്നുള്ളതുകൊണ്ട് അറിയണം. ഒരാൾക്ക് ഒരറിവുകൊണ്ടില്ലാതെ സ്നേഹം വന്നാലോ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പവും അതിനെ സംബന്ധിച്ചില്ല. പക്ഷെ സ്നേഹത്തിലേക്ക് പോകണമെങ്കിൽ അറിയാതെ സാധിക്കൂല എന്നുള്ളതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം അറിയുക എന്നതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം. അറിവുണ്ടെങ്കിൽ രണ്ടാമതായി ചങ്ങാത്തമുണ്ടാവും. ആദ്യം ഹുല്ലത്ത് എന്ന് പറയുന്ന ഒരു ചങ്ങാത്തമാണ്. പെട്ടെന്ന് സ്നേഹിക്കാൻ കഴിയില്ല, ഒരു ചങ്ങാത്തമാണ് ആദ്യം ഉണ്ടാവുക.
പിന്നീട് അതങ്ങനെ വളർന്നു വന്നിട്ടാണ് സ്നേഹം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നീട് പിരിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. ബിലാൽ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് യാത്ര പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ശരിക്ക് സ്നേഹത്തിൻ്റെ ഒരു അമലില്ല എന്നാണ്. സ്നേഹിച്ചാൽ ഇന്നതാ ചെയ്യാന്ന് അങ്ങനെ ഇല്ല. ഇവിടെ ഒരു വിരോധാഭാസം എന്താ വെച്ചാൽ സ്നേഹമുള്ള ആൾക്ക് സ്നേഹമില്ലാത്ത ആള് പറഞ്ഞു കൊടുക്കുകയാണ് സ്നേഹം ഉണ്ടായാലും ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊളായി. എങ്ങനെ കൊളായി? ചില ആൾക്കാർ പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിൽ സുന്നത്തായ അമലുകൾ അധികരിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ്. ഞാൻ പറഞ്ഞത് സുന്നത്തായ അമൽ അധികരിപ്പിക്കണം, അത് വേണ്ട തന്നെയാണ്. സ്നേഹമുണ്ടായാൽ വേണ്ടത് സുന്നത്തിനെ ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. ചെയ്യലും ചെയ്യാതിരിക്കലും വേറൊരു കാര്യമാണ്. ചില സുന്നത്ത് ചില ആൾക്ക് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, പക്ഷെ അതിനോട് ഇഷ്ടമുണ്ടോ ഇല്ലേ, അതാണ് പ്രധാനം. ഹദീസിൽ പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ്. ആർക്കെങ്കിലും എന്നോട് മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി എന്നാണ്. എൻ്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ്. സുന്നത്ത് ചെയ്യണം, വേണ്ട തന്നെ. ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, സുന്നത്തിനോട് ഇഷ്ടമുണ്ടാവലാണ് ഒന്നാമത്തെ ഭാഗം. ചെയ്യാൻ ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റൂല. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ. പക്ഷെ ആ സുന്നത്തിനോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, തീർച്ചയായും അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്നതാണ്. ഇഷ്ടപ്പെട്ട പല വഴിയുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റണമൊക്കെ ഉണ്ടാവും ചില സുന്നത്തുകൾ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകളൊക്കെ ഉണ്ടാവും. ഒരു പ്രാവശ്യം മാത്രമേ ഓന് കഴിഞ്ഞതുള്ളൂ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ കഴിയാത്തതും ഉണ്ടാവും ചില കാര്യങ്ങൾ. അപ്പോഴോ അതിനോട് ഇഷ്ടം ഉണ്ടാവുകയാണ് വേണ്ടത്. സുന്നത്ത് ചെയ്യണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ, അങ്ങനെ എടുക്കരുത്. സുന്നത്ത് ചെയ്യൽ വേറെയാണ്, സുന്നത്തിനോടുള്ള ഇഷ്ടം വേറെയാണ്. മഹബത്തിന്റെ ഭാഗമായി ഉണ്ടാവേണ്ടത് സുന്നത്ത് ചെയ്യലല്ല, സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, അങ്ങനെയാണ്. അപ്പൊ അതുണ്ടോന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മളിൽ അതുണ്ടോ, സുന്നത്തിനോടുള്ള ഇഷ്ടമുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തെയും നിയ്യത്തുകളെ കൊണ്ട് സുന്നത്താക്കാം. നിയ്യത്ത് നേരാക്കിയാൽ അത് സുന്നത്താക്കാൻ പറ്റും. നിയ്യത്ത് കേടന്നാൽ അത് സുന്നത്തിന്റെ പരിധിയിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ ലക്ഷ്യം, നിയ്യത്ത്, മനസ്സിലിരിപ്പ്, ഇത് ക്ലിയർ ആക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ക്ലിയറായ എല്ലാ ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് അഖ്ലിയായ സ്നേഹമായിരുന്നില്ല, ത്വബഈയായ സ്നേഹമായിരുന്നു എന്നതാണ് റൗള തുറന്നതിന്റെ കാരണം. ഞമ്മക്കും തുറക്കും, ആർക്കും തുറക്കും. സ്നേഹം ത്വബഈയായിരിക്കണം. ഉസ്താദേ, അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാ സ്വലാത്ത്? സ്വലാത്ത് ഇല്ലാന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല, പക്ഷെ അത് അഖ്ലിയാണ്, തബഈയല്ല. നമുക്ക് എളുപ്പത്തിനും കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അങ്ങനെ കിട്ടുന്ന ഒരു സംഗതി അല്ല എന്നർത്ഥം. ബുദ്ധിപരമല്ല, അങ്ങനത്തെ ഒരു ഐഡിയ കൂടെ ഒന്നും കാണാൻ പറ്റൂല എന്നർത്ഥം. തബഈയായ സ്നേഹം ഉണ്ടാവാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ത്വബഈയായ സ്നേഹം ഉണ്ടാവും. അപ്പൊ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കത്ത് കാണാന്നുള്ളതൊന്നല്ല കേട്ടോ, നബി തങ്ങളെ ഉണർച്ചയിൽ കാണാന്നുള്ളത് തന്നെ ഉണ്ടാവുന്നതാണ്. ചാപ്പനങ്ങാടി വാപ്പൂലേര് പാപ്പുസ്താന്റെ ആണ്ടെന്ന് ഇന്നലെ ചാപ്പനങ്ങാടി വാപ്പുസ്താദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില സ്വലാത്തുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിൽ നിന്ന് കാണാൻ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹുമ്മ ബിജാഹി സയ്യിദന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തജ്മഅ ബൈനി വബൈന സയ്യിദന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയ ഖബലൽ ആഖിറ. ചാപ്പനങ്ങാടി ഉസ്താദ് മുരീദന്മാർക്ക് കൊടുക്കാറുള്ള ഒരു ദിക്റായിരുന്നു അത്. ദുനിയാവിൽ തന്നെ കാണാനുള്ള ദിക്റാണ്. അൻ തജ്മഅ ബൈനി വബൈന സയ്യിദന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയ ഖബലൽ ആഖിറ എന്നാണ് അതിലുള്ളത്.
അപ്പൊ ഉറക്കത്തിൽ കാണുക എന്നുള്ളതല്ല, ഉണർച്ചയിൽ തന്നെ കാണാം. പക്ഷെ എന്ത് വേണം? സ്നേഹം ത്വബഈ ആയിരിക്കണം, അഖ്ലിയാവരുത്. രണ്ടു തരം സ്നേഹങ്ങളുണ്ട്. ഒന്ന് മസ്തിഷ്കബന്ധിതമായ ബുദ്ധിപരമായ സ്നേഹവും രണ്ടാമത്തേത് ഹൃദയബന്ധിതമായ സ്നേഹവും ഉണ്ട്. ഹൃദയബന്ധിതമായ സ്നേഹത്തെയാണ് ത്വബഈയായ സ്നേഹം എന്ന് പറഞ്ഞത്. അതിന് ഇന്ന അമൽ എന്നില്ല. നമ്മൾ സഹാബത്തിനെ തന്നെ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങളോട് വലിയ ഇഷ്ടം തോന്നിയപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ പാമ്പിന്റെ മുന്നിലേക്ക് കാല് വെച്ചെടുത്തു. അതാണ് ചെയ്തത്. ഗുഹയിൽ രണ്ടുപേരും കൂടി ഗാറ് സൗറിൽ താമസിക്കുന്ന സമയത്ത് അവിടെ പാമ്പുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ മഹാനവറുകളുടെ വസ്ത്രത്തിൽ നിന്ന് തുണി എടുത്തിട്ട് എല്ലാതും അടച്ചു. അവസാനം ഒരു ഭാഗം ബാക്കിയായി അതിൽ കാലിന്റെ തള്ളാംവിരൽ വെച്ചു. അവിടെ പാമ്പുണ്ടെന്ന് അറിയാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. പാമ്പുണ്ട് എന്ന് അറിയുന്നതോട് കൂടെ തന്നെയാണ് വെച്ചത്. പാമ്പ് കൊത്തി, കാലെടുത്തില്ല. അവസാനം വേദന സഹിക്കാൻ കഴിയാതെ അറിയാതെ കണ്ണിൽ നിന്ന് ഇറ്റി വീണ രണ്ടിറ്റ് കണ്ണുനീര് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട പൂമുഖത്ത് വീണപ്പോ ഞെട്ടി ഉണർന്ന് ചോദിച്ചു, മാലക്കയാ സിദ്ദീഖ്, സിദ്ദീഖ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പാമ്പടിച്ചു എന്ന് പറഞ്ഞു. കാലെടുത്തു. ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുമ്പോൾ വിയർപ്പ് പഠിച്ചാൽ മനസ്സിലാവും, ഉമിനീര് പഠിച്ചാൽ മനസ്സിലാവും, കയ്യും കാലും പഠിച്ചാൽ മനസ്സിലാവും, നബി തങ്ങളുടെ കണ്ണ് പഠിച്ചാൽ മനസ്സിലാവും. മുഅ്മിനീങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞത് പഠിയണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം എന്നാണ്. എന്നാലേ മനസ്സിലാവുള്ളൂ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് മാത്രം പഠിച്ചാൽ മതി എന്നാണ് നബി തങ്ങളെ മനസ്സിലാക്കാൻ. ആദ്യമായി മദീനയിലേക്ക് 6-ാമത്തെ വയസ്സിൽ പോയി ഉമ്മാന്റെ ഒപ്പം. തിരിച്ചു വരുമ്പോ അബവ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു. കൂടെ ഒരടിമയാണ് ഉണ്ടായിരുന്നത്. നാട്ടിലേക്ക് മടങ്ങി. മദീനയിൽ നിന്നും മക്കയിലേക്ക് ഒട്ടകങ്ങൾ വരുന്ന മലമ്പാതയിലാണ് അബവ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ പൊടി പാറിയിട്ടും അലർജി ഉണ്ടായിട്ടും തിരിച്ചു വന്നപ്പോ നബിതങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെങ്കണ്ണ് രോഗം പിടിപെട്ടു. വാപ്പ നേരത്തെ മരിച്ചിട്ടുണ്ട്, ഉമ്മ വഴിയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മക്കക്കാരെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യന്റെ അടുക്കൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ദണ്ണം ചെങ്കണ്ണാണ്, പക്ഷെ ഒരു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. അന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനമാണ്. പേര് ഞാൻ ഇട്ടതാണ്. ഹാരിസ് ഇബ്നു കൽദ എന്ന പേരായ ഒരാളായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചികിത്സകൻ. അപ്പൊ ഞാൻ അതിനൊരു പേരിട്ട് കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനെ കൊണ്ടുപോയി. അതാണ് അന്ന് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്നയാളായിരുന്നു ഹാരിസ് ഇബ്നു കൽദ എന്ന് പറയുന്ന ആള്. അലർത്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജ്. അതാണ് മെഡിക്കൽ കോളേജ് ചെന്നേക്കിന് അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറെ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് കുട്ടിനെ അങ്ങനെ കയറ്റി നിർത്തി. എന്നിട്ട് തല മുതൽ കാല് വരെ മൊത്തത്തിൽ ഇങ്ങനെ പരിശോധിച്ചിട്ട് കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണിൽ തേച്ചു കൊടുത്തു. ചെങ്കണ്ണ് മാറി എന്നുള്ളതാണ് ചരിത്രം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന്റെ പ്രാധാന്യത്തെ ആദ്യമായി തിരിച്ചറിയുന്നത് മക്കയിലെ കലേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു. അങ്ങനെ പോയിട്ട് പറയരുതേ, പേര് ഞാൻ ഇട്ടതാണ്. ആ വിഷയം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചു. പിന്നെ അവിടുന്ന് ഇങ്ങനെ തുടങ്ങാണ്. ഒരു മനുഷ്യനെ പഠിക്കാൻ ഉമിനീര് പഠിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ ഉണ്ട്, എന്നാൽ അത് മാത്രം പഠിച്ചാൽ തന്നെ ഒരാളെ കിട്ടും. അതന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിമീൻ തേച്ചു കൊടുത്തത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു. ഫാത്തിമ ബീവിക്ക് ഭക്ഷണം കഴിക്കാത്തതിന്റെ അസ്വസ്ഥതകളുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഫാത്തിമ ബീവി പറഞ്ഞു, റളിയല്ലാഹു അൻഹ കഴിച്ചിട്ടില്ല. നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസയൊന്നുമില്ല. അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ കുറെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും വല്ല ജോലി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. ഒരു പണിയും കിട്ടിയില്ല.
കുറെ ദൂരം സഞ്ചരിച്ച് അവസാനം ഒരു ജൂതന്റെ വീട്ടിലെത്തി. ജൂതനോട് ചോദിച്ചു, ഇവിടെ വല്ല പണിയുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് പറ്റുമോന്ന് അറിയില്ല പറഞ്ഞു. എന്താ ചോദിച്ചു? വെള്ളം കോരലാണ് പറഞ്ഞു. എന്താ കിട്ടാന്ന് ചോദിച്ചു. ഒരു ബക്കറ്റ് വെള്ളം കോരിയാൽ ഒരു കാരക്ക തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജൂതന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരാൻ വേണ്ടി നിന്നു. നല്ല ആഴമുള്ള കിണറാണ്. വെള്ളം കോരിക്കഴിഞ്ഞാൽ ഒരു കാരക്ക കിട്ടും. 14 ബക്കറ്റ് വെള്ളം കോരിയപ്പോ കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. ജൂതന് ദേഷ്യം വന്നു. ആരെ പഞ്ഞതിൽ ഇറങ്ങാൻ കിട്ടുക? ഈ കിണറാണെങ്കിൽ അത്ര ആഴമുള്ള കിണറ്. കയ്യോണ്ട് മുഖത്തേക്ക് ഒരൊറ്റ അടിയൻ കൊടുത്തു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക്. എന്നിട്ട് അയാൾ അങ്ങാടിക്ക് പോയി. കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും കിട്ടുമോന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങാടി ചെന്ന് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, നമ്മളെ കിണറ്റിക്ക് ഒരു ബക്കറ്റ് വീണിട്ട് നിങ്ങളൊന്ന് വന്ന് എടുത്തുതരുമോന്ന് പറഞ്ഞു. പറഞ്ഞവരാരും തയ്യാറായില്ല. കാരണം ഈ കിണറ്റിക്ക് ആരും ഇറങ്ങൂല, അതിനത്ര ആഴുണ്ട്. മൂപ്പർക്ക് ദേഷ്യം പിന്നെയും കൂടി. കിണറ്റിലിറങ്ങാൻ ആളും കിട്ടണില്ലല്ലോ. രണ്ടാമതും ഘടന വരികയാണ്. അപ്പൊ കിണറ്റിന്റെ അടുത്ത് ഇങ്ങനെ വന്നു നോക്കുമ്പോണ്ട് കയറ് കരക്ക അങ്ങനെ കിടക്കണം. അപ്പൊ ഇയാളിങ്ങനെ ആലോചിച്ച് എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയത്? അവരിങ്ങനെ ആലോചിക്കണേനനുസരിച്ച് ആ വന്ന ആള് മുഹമ്മദ് അറ്റേന്നാവോ എന്ന ഒരു തോന്നല് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇങ്ങനെ ആലോചിക്കണേനനുസരിച്ച് ഉറപ്പായി വന്നത് മുഹമ്മദ് തന്നെയാണ്. ലക്ഷണമൊക്കെ നോക്കുമ്പോൾ മുഹമ്മദിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പായപ്പോ ഒരു കാര്യം ചെയ്തു. വാളിങ്ങോട്ട് ഊരിയിട്ട് ഇടത്തെ കൈ പിടിച്ചുകൊണ്ട് വലത്തെ കൈ മുറിച്ചു. മുഹമ്മദിനെ ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് അടിച്ച് എന്നാൽ എനിക്ക് ആ കൈ വേണ്ടാന്നും പറഞ്ഞു കണ്ട വെട്ടിയത്. 2 കഷ്ണായി. രക്തം ഇങ്ങനെ ഒഴുകി. കിണറും കരയിൽ നിന്ന് വെള്ളവും രക്തവും ചേർന്ന് മതിലിനപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. മതിലിന്റെ അപ്പുറത്തൂടെ ഇങ്ങനെ 2 പേര് നടന്നു പോകുമ്പോ രക്തം ഒലിച്ചു വരുന്നത് കണ്ടു. മതിലിന്റെ അപ്പുറത്തേക്ക് എത്തി നോക്കുമ്പോ ഒരാൾ ബോധരഹിതനായി കിടക്കുന്നു. അവർ 2 പേരും ചാടി വന്നു, വെള്ളക്കെടുത്ത് കുടഞ്ഞു. ബോധം കിട്ടിയപ്പോ മൂപ്പര് നീച്ചുങ്ങാണ്ട് ആ കൈയെടുത്തുങ്ങാണ്ട് മണ്ട. നേരെ ഓടിച്ചെന്നത് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി, പുന്നാര നബി തങ്ങളുടെ ഹദറത്തിൽ ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്നടിച്ച കൈ എനിക്ക് ആവശ്യമില്ല. അന്നെ ഞാൻ അടിച്ച കൈ എനിക്ക് വേണ്ടാറിഞ്ഞാണ്ട് ആ കയ്യാണ് കൊടുത്തു. നബി തങ്ങൾ ആ കയ്യാണ് വാങ്ങിയിട്ട് ബിസ്മിൻ ചെല്ലിങ്ങാണ്ട് അവിടെ തന്നെ വെച്ചിട്ട് സർഫാക്കപ്പെട്ട ഉമിനീരെടുത്തുങ്ങാണ്ടൊന്ന് തേച്ചു കൊടുത്തു. പയമായിരിയായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ തൊള്ളേത്തെ തുപ്പലം പഠിച്ചാൽ മതി. ലോകത്ത് ഇങ്ങനെ ആരാളുള്ളത്? ലോകത്ത് ഇങ്ങനെ ആരാണുള്ളത്? ഇതെല്ലാം ചരിത്രരേഖയാണ്. وبقيسهم وقتادة من عينه ردت بكف المصطفى الحسناء. ഖൈസും ഖത്താദയും രണ്ടും വലിയ സംഭവം. ഖത്താദ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു, പെണ്ണെട്ടി കൊടുന്നു. ഭാര്യയുമായി ആദ്യ രാത്രി കൂടിയിട്ടില്ല. അതിനു മുമ്പ് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകുക എന്നുള്ള വിളിയാളം കേട്ടു. ഹയ്യാലൽ ജിഹാദ്, യുദ്ധത്തിന് പുറപ്പെട്ടോളി. മൂപ്പര് ഭാര്യനോട് പറഞ്ഞു, പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാൻ വിളിക്കുന്നുണ്ട്, പോവാതിരിക്കാൻ കഴിയൂല, ഞാൻ ഇപ്പൊ വരാ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ്ട് വാളിട്ടാരെ തൂക്കിങ്ങാണ്ട് യുദ്ധത്തിന് ചെന്ന് നോക്കുമ്പോ വെട്ടല്ല, അമ്പെയ്ത്താണ് പ്രധാനമായിട്ട് നടക്കണേ. മൂപ്പരടുത്തുള്ളതൊരു വാളുമാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ മൂപ്പർക്ക് തോന്നി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ലിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ദൂരന്ന് ഉന്നുള്ള ആരെങ്കിലും ഒരാള് അമ്പെയ്തിട്ട് നബിതങ്ങളെ മേത്തെങ്ങാനും അത് കൊണ്ടാലേ പിന്നെ എന്തിനാ ഈ ഖത്താദ ജീവിച്ചിരിക്കണത്? ഒരു കാര്യം ചെയ്യാം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കണേന്റെ മുന്നിൽ മറയായിട്ട് ഇങ്ങനെ നിൽക്കാം. അമ്പേതായാലും എൻ്റെ അടുത്തില്ല, എന്നാ ഒരു പരിചയെങ്കിലും ആയിക്കോട്ടെ, കൊള്ളാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കണേന്റെ മുന്നിൽ ചെന്നിട്ട് മറയായിട്ട് ഇങ്ങനെ നിന്നു. മൂപ്പര് പ്രതീക്ഷമായിരിയാണ്. അമ്പ് വന്നു, തറച്ചു. തറച്ചത് ഖത്താദയുടെ കണ്ണിലായിരുന്നു. അതിങ്ങനെ പറിച്ചിങ്ങനെ എടുത്തപ്പോ അതിൻ്റെ ഒപ്പം കണ്ണിന് പോന്നു. ആ കണ്ണിങ്ങനെയാണ് കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. അവിടേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്, എങ്ങനെ ഞാൻ കണ്ണില്ലാതെ എൻ്റെ പെരേക്കാണ് പോവുക, എനിക്ക് എൻ്റെ കണ്ണിന് വേണമെന്ന് പറഞ്ഞു.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖത്താദ, നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ 2 കണ്ണ് പോരെയോ ഖത്താദ എന്ന് ചോദിച്ചു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, പുതിയ പെണ്ണെട്ടിയതാണ്, എൻ്റെ പെണ്ണുങ്ങൾ ഞാൻ വരുന്നതും കാത്ത് പെരലിരിക്കുകയാണ്, കണ്ണില്ലാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഈ കണ്ണ് മടക്കി കിട്ടും വേണം. പിന്നെ ഇപ്പോൾ സ്വർഗത്തിൽ 2 കണ്ണ് തരാമെന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, അതിപ്പോൾ ഏതായാലും എനിക്ക് വേറെ കിട്ടും വേണം എന്ന് പറഞ്ഞു സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു. നിങ്ങളേതായാലും തരാമെന്ന് പറഞ്ഞതാണ്, അതെന്തായാലും തരണം. ഈ കണ്ണ് ഇവിടുന്നും തരണം എന്ന് പറഞ്ഞു. ആ കണ്ണിന് വാങ്ങിങ്ങാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്ട് അവിടെ വെച്ചിട്ട് ശറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തു. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. സ്നേഹിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം വേണ്ടത്. അറിയാത്തൊരു സാധനത്തെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റൂല. സ്നേഹിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം.